അതായത് ഒരു വണ്ടിയുടെ ബ്രേക്ക് പാഡ് മാറ്റാനായിട്ട് എൻജിനും ചേസിസും എല്ലാം അഴിച്ച് മാറ്റിയിട്ട് പിന്നെ ബ്രേക്ക് പാഡ് മാറ്റേണ്ട ഒരവസ്ഥയാണ്. അപ്പോൾ അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഫുള്ള് നമ്മൾ ഈ ലാപ്ടോപ്പ് ഫുള്ള് ഊരി ഇതിനെല്ലാം പാർട്സ് ആക്കേണ്ട ഒരവസ്ഥയാണ് ഇതിൽ വരുന്നത്. ഹായ് ഗൈസ്, അയച്ചോടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലാപ്ടോപ്പ് മാനുഫാക്ചറേഴ്സിൻ്റെ അടുത്ത് ലാപ്ടോപ്പ് എടുക്കുന്നതിന് മുമ്പ് ചോദിക്കേണ്ട 4 ചോദ്യങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു സംസാരം വരാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രണ്ട് HP X360 കൺവേർട്ടബിൾ എന്ന് പറഞ്ഞൊരു ലാപ്ടോപ്പിൻ്റെ കീബോർഡ് കംപ്ലൈൻ്റ് ആയിട്ട് റിപ്പയർ ചെയ്യാനായിട്ട് കൊണ്ട് തന്നായിരുന്നു. അപ്പോൾ അതഴിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചൊരു പരാക്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ പലരും അതിൻ്റെ അകത്ത് കമൻറ്റ് ചെയ്ത് കണ്ടായിരുന്നു. പുതിയ തലമുറയിലെ പിള്ളേരാന്ന് തോന്നുന്നു. പഴയ ആൾക്കാർ അങ്ങനെ മിക്കവാറും കമൻറ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല. പുതിയ തലമുറയിലെ വളരെ എക്സ്പീരിയൻസ് പറഞ്ഞ ആൾക്കാരാണെന്ന് തോന്നുന്നു അങ്ങനെ ചെയ്തത്. എന്താണെന്നുണ്ടെങ്കിലും കാര്യം പറഞ്ഞുതരാം ചേട്ടാ. ഇപ്പോഴത്തെ കാലത്ത് പ്രോസറും മദർ ബോർഡും ഒക്കെ കൂടെ ഒന്നിച്ച് സോൾഡർ ചെയ്താണ് വരുന്നതെന്ന് ഒക്കെയാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് അങ്ങോട്ടേക്കുള്ളൊരു സംശയമാണ്, എന്തിനാണ് അത് സോൾഡർ ചെയ്ത് വരുന്നത്? പഴയതുമാതിരി തന്നെ ഒരു ലാച്ച് വെച്ച് അത് പ്രസ് ഫിറ്റൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് ആ പ്രോസർ ഊരി മാറ്റായിരുന്നു. ഇതിങ്ങനെ ചോദിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇടുങ്ങിയ ചിന്താഗതിയല്ല, ഞാൻ തുറന്ന ചിന്താഗതിക്കാരനായത് കൊണ്ടാവാം. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ പല സുഹൃത്തുക്കൾക്കും ലാപ്ടോപ്പ് റിപ്പയറിങ് കടകളുണ്ട്. അപ്പോൾ പലരും പറഞ്ഞായിരുന്നു, ഞാൻ ഇതേമാതിരത്തെ വീഡിയോ ചെയ്തിട്ട് ഇവരെയൊക്കെ കുത്തി നോവിക്കുകയാണ്, ഇവരുടെ കഞ്ഞിയിൽ പാറ്റിടുകയാണെന്നൊക്കെയാണ് പലരും വീഡിയോയിൽ കമൻറ്റിൽ പറയുന്നത് കേട്ടോ, വീഡിയോയിലല്ല. എൻ്റെ സുഹൃത്തുക്കൾ, ഈ റിപ്പയർ ചെയ്യുന്ന സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ ഒരാൾ പോലും എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല, നീ ചെയ്യുന്നത് നല്ലതെന്നേ പറഞ്ഞിട്ടുള്ളൂ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പം നിങ്ങളൊരു ലാപ്ടോപ്പ് കേടായിട്ട് അവരുടെ അടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എങ്ങനെയെങ്കിലും റിപ്പയർ ചെയ്ത് തരിക എന്നുള്ളതാണ്. അതുപോലും ലിമിറ്റ് ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ ലാപ്ടോപ്പുകൾ ഇറങ്ങുന്നത്. അപ്പം അവർക്കാണെന്നുണ്ടെങ്കിലും അവർക്കത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് കാശ് മേടിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായല്ലോ? അല്ലാണ്ട് നമ്മൾ ജസ്റ്റ് ലാപ്ടോപ്പ് തുറക്കാനായിട്ട് 250 രൂപ മേടിക്കണം എന്നൊക്കെ പറഞ്ഞ് പണ്ട് മേടിച്ചുകൊണ്ടിരുന്ന ഒരിതുണ്ടായിരുന്നു. സർവീസ് സെൻ്ററുകാരടക്കം അങ്ങനെ ചെയ്യുന്ന ഒരിതുണ്ടായിരുന്നു. അതായത് ഇൻസ്പെക്ഷൻ ചാർജ് എന്ന് പറഞ്ഞൊരു സംഭവം. അത് മിക്കവാറും നമ്മുടെ ഫ്രണ്ട്സ് ആരും മേടിക്കുന്നതായിട്ട് എനിക്കറിവില്ല. അപ്പം ഇങ്ങനൊരു സിറ്റുവേഷൻ നിലനിൽക്കുന്നത് കൊണ്ടാണ് പറയുന്നത്. അപ്പം നിങ്ങളൊരു സംഭവം, ഒരു ലാപ്ടോപ്പും കൊണ്ട് അവരുടെ അടുത്ത് ചെല്ലുന്നു, അവരത് നോക്കി അത് റിപ്പയർ ചെയ്യാനുള്ള ഒരു എസ്റ്റിമേറ്റ് തരുന്നു, നിങ്ങൾ പറയുന്നത് കൂടുതലാണെന്ന് പറഞ്ഞ് നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോഴത്തേക്കും ആർക്കാ നഷ്ടം? അവർക്ക് തന്നെ നഷ്ടം. അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ദൗത്യം എന്ന് പറയുന്നത്. X360 അഴിക്കാനായിട്ട് കുറേ അധികം ബുദ്ധിമുട്ടി. അപ്പോൾ ശരിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ X360 എങ്ങനെയാണ് അഴിക്കുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് നമ്മുടെ HP ലാപ്ടോപ്പ് വരുന്നത്. വളരെ സ്റ്റൈലിഷ് ആൻഡ് എലഗൻറ്റ് ഡിസൈനാണ്, വളരെ സ്ലിം ഡിസൈനാണ്. അപ്പോൾ ഇത് ഊരാനായിട്ട് മെയിനായിട്ട് ഫസ്റ്റ് തന്നെ ഈ 2 റബ്ബർ ബുഷുകളാണ് നമുക്ക് ഊരേണ്ടത്. അതിൻ്റെ അടിയിൽ 2 സ്ക്രൂ അവർ കമ്പനിക്കാർ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വരുന്ന സ്ക്രൂസ് ആണ് 2 എണ്ണം അടിയിലുള്ളത് കണ്ടോ. ഇതേമാതിരി 2 സ്ക്രൂവും കൂടെ അടിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഊരണം. സ്ക്രൂ ഊരാനായിട്ട് ഞാൻ ഏറ്റവും ചെറിയൊരു ഫ്ലാറ്റ് ഹെഡാണ് യൂസ് ചെയ്യുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, ബോഡിയിൽ അത്രയും ക്ലിയറൻസ് ഇല്ല, നമുക്ക് അതിൻ്റെ ഇടയിലേക്ക് ഇറക്കി ഇടാനായിട്ട് ക്ലിയറൻസ് ഇല്ല. അപ്പോൾ ചെറിയൊരു ഫ്ലാറ്റ് ഹെഡ് വെച്ചിട്ടാണ്. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാം M2.5 എന്ന് പറഞ്ഞൊരു സ്ക്രൂ അതിൻ്റെ അകത്തുണ്ട്. ഇതേമാതിരി അടുത്ത സൈഡിലും നമുക്കുള്ള ബുഷ് ഉണ്ട്. നമുക്ക് ആ ബുഷും കൂടെ ഊരാം. അതും സെയിം മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് നമ്മുടെ ഫ്ലാറ്റ് ഹെഡ് വെച്ച് ജസ്റ്റ് ഒന്ന് തിക്കി എടുക്കുന്നു. അപ്പോൾ അവിടെ കാണാം M2.5 എന്ന് പറഞ്ഞ ഒരു സ്ക്രൂ ഉണ്ട്. അപ്പോൾ ലാപ്ടോപ്പ് ഊരാനായിട്ട് ഞാൻ നമ്മുടെ സ്ഥിരം സ്ക്രൂ ഡ്രൈവർ സെറ്റാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, താല്പര്യമുള്ളവർക്ക് മേടിക്കാവുന്നതാണ്. അപ്പോൾ ഇത് വളരെ സൂക്ഷിച്ച് വരേണ്ടതാണ്. പ്രിസിഷൻ സ്ക്രൂ ബിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനി മെയിൻ പറയേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ലാപ്ടോപ്പ് ഊരുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി, അതായത് ഒരു വണ്ടിയുടെ ബ്രേക്ക് പാഡ് മാറ്റാനായിട്ട് എൻജിനും ചേസിസും എല്ലാം അഴിച്ച് മാറ്റിയിട്ട് പിന്നെ ബ്രേക്ക് പാഡ് മാറ്റേണ്ട ഒരവസ്ഥയാണ്. അപ്പോൾ അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഫുള്ള് നമ്മൾ ഈ ലാപ്ടോപ്പ് ഫുള്ള് ഊരി ഇതിനെല്ലാം പാർട്സ് ആക്കേണ്ട ഒരവസ്ഥയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ 4 സ്ക്രൂ ഊരിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ബാക്ക് പാനൽ ഊരണം. ബാക്ക് പാനൽ ഊരലെന്ന് പറയുന്നത് ഒരു ഇച്ചിരി വിഷമകരമായ ഒരു ടാസ്ക്കാണ്. കാരണം ഇത് കണ്ടോ, ഇത്രയും വളരെ നിസ്സാരമായിട്ടുള്ളൊരു ഗ്യാപ്പേ ഉള്ളൂ. ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഇട്ട് തിക്കി വേണം ഇത് ചെയ്യാൻ. സ്ക്രാച്ച് വരാണ്ടും പ്രത്യേകിച്ച് നോക്കണം. അപ്പോൾ നമ്മളൊരു ചെറിയ ഫ്ലാറ്റ് ഹെഡ് എടുത്തിട്ട് ആദ്യം ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട്, എൻ്റെ കയ്യിൽ പ്ലാസ്റ്റിക്കിൻ്റെ വേറെ സാധനങ്ങളൊന്നുമില്ല, അപ്പോൾ ഞാനൊരു ATM കാർഡാണ് ഇപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ATM കാർഡ് ഇതേമാതിരി ജസ്റ്റ് ഒന്ന് തിക്കി ചുറ്റിനും, അതായത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഊരിയെടുക്കുക എന്നുള്ളതാണ് പിന്നത്തെ ദൗത്യം. അത് ചെറിയ പ്ലാസ്റ്റിക് ലോക്കുകളാണ്, ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതേമാതിരി തിക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് കവർ നമുക്ക് ഈസി ആയിട്ട് ഊരിയെടുക്കാൻ പറ്റും.
ഇനി നമുക്ക് ഊരേണ്ടത് ഇതിൻ്റെ ലിത്തിയം അയൺ ബാറ്ററിയാണ്, റീചാർജബിൾ ബാറ്ററി. ഇത് ഹോൾഡ് ചെയ്തിരിക്കുന്ന 6 സ്ക്രൂസ് വെച്ചിട്ടാണ്. അപ്പോൾ അതും സെപ്പറേറ്റ് ആയിട്ട് ഊരുക. പിന്നെ ഒരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഊരുന്ന സ്ക്രൂ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഓരോ കണ്ടെയ്നറിലിട്ട് അത് ഏതിൻ്റെയാണെന്ന് ലാബിൽ ചെയ്ത് മാറ്റി വെച്ചാൽ നല്ലതായിരിക്കും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 10-25 സ്ക്രൂവിൻ്റെ അടുത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഊരേണ്ട അവസ്ഥയുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പല സ്ക്രൂവിനും പല നീട്ടവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാം സെപ്പറേറ്റ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് തിരിച്ച് റീഅസംബിൾ ചെയ്യുമ്പോഴത്തേക്ക് എളുപ്പമാവും. പിന്നെ ഇതിൻ്റെ അകത്ത് എടുത്ത് പറയേണ്ട ഒരു കൗതുകകരമായ കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ അകത്തിരിക്കുന്ന ബാറ്ററി 11.5 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്. 3470 mAh ആണ് ഇതിൻ്റെ കപ്പാസിറ്റി എന്നാണ് ഇതിൻ്റെ അകത്ത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഇത്രയും സ്ക്രൂസ് നമുക്ക് ഊരി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി നിസ്സാരമായിട്ട് ഇതിങ്ങനെ ഊരി മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് ലാപ്ടോപ്പ് കഴിക്കണമെങ്കിൽ ഫസ്റ്റ് തന്നെ ഈ ഹാർഡ് ഡിസ്കിൻ്റെ ഡമ്മി ഹാർഡ് ഡിസ്ക് എടുത്ത് മാറ്റണം. അത് ഹാർഡ് ഡിസ്കിൻ്റെ സ്ലോട്ടാണ്. ഇതാണ് SSD വരുന്നത്. എവിടെയാണ് റാം വരുന്നത്. മൊത്തത്തിൽ ഈ സാധനങ്ങൾ ഫുൾ അഴിച്ചാൽ മാത്രമേ നമുക്ക് ഈ ലാപ്ടോപ്പ് ഫുള്ളായിട്ട് ഊരിയെടുക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ കീബോർഡ് അഴിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഓരോന്നോരോന്നായിട്ട് അഴിച്ചു തുടങ്ങാം. ഡമ്മി ഹാർഡ് ഡിസ്ക് കഴിക്കാനായിട്ട് എളുപ്പമാണ്. ജസ്റ്റ് ഒരു ഫ്ലാറ്റ് ഹെഡ് വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ പ്ലാസ്റ്റിക് ലോക്കുകൾ പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഡമ്മി ഹാർഡ് ഡിസ്ക് ഊരാൻ പറ്റും. ഇതിവിടെ ജസ്റ്റ് ഹാർഡ് ഡിസ്ക് പ്ലേസ്മെൻറ്റ് അറിയാനും അതേമാതിരി അതിൻ്റെ സ്ലോട്ട് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ട് മാത്രം സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു സംഭവമല്ല. അതായത് സാധാരണക്കാരന് ഇത് ട്രൈ ചെയ്യരുതെന്നേ പറയുള്ളൂ. അപ്പോൾ ഇനി അഥവാ നിങ്ങൾ റിസ്ക് എടുത്ത് ട്രൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് വളരെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് എടുക്കുക. അതായത് വളരെ കെയർഫുള്ളായിട്ട് എടുക്കുക. ഇതെല്ലാം പ്ലാസ്റ്റിക് പാർട്സാണ്. ഇതൊക്കെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉള്ള സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഡമ്മി ഹാർഡ് ഡിസ്ക് ഊരിയിട്ടുണ്ട്. ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ റിപ്പയർ ചെയ്യുന്ന ഷോപ്പിലെ ചേട്ടന്മാർ എന്തോരം ബുദ്ധിമുട്ടിയിട്ടാണ് ഈ സാധനങ്ങൾ അഴിക്കുന്നതെന്നും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനിയിപ്പം ചെയ്യാൻ പോകുന്നത്, നമ്മൾ മദർ ബോർഡ് ഫുള്ളായിട്ട് ഊരുകയാണ്. അപ്പോൾ മദർ ബോർഡ് ഊരുന്നതിന് മുമ്പ് നമ്മൾ 6 സ്ക്രൂ മദർ ബോർഡ് പിടിപ്പിച്ചതുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ ബാക്കി ഡിസ്പ്ലേ കണക്ടർ, ചാർജിങ് കണക്ടർ, USB കണക്ടർ ഇതെല്ലാം നമ്മൾ ഊരി മാറ്റിയാൽ മാത്രമേ നമുക്ക് മദർ ബോർഡ് ഊരാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഇതെല്ലാം കൂടെ ഊരുന്നത് ഏതാണ്ടൊരു 2 മണിക്കൂറോളം എടുക്കുന്നുണ്ട്. കംപ്ലീറ്റ് ലാപ്ടോപ്പ് ഊരി അതിൻ്റെ കീബോർഡ് റീപ്ലേസ് ചെയ്യുന്നത് മാത്രം. തിരിച്ച് ഫിറ്റ് ചെയ്യുന്ന ടൈം വേറെ സെപ്പറേറ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനിതെല്ലാം കൂടെ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഇപ്പം ഞാൻ ഊരുന്നത് നമ്മുടെ പവർ ബട്ടൻ്റെ ബോർഡാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ചാർജിങ് കേബിളിൻ്റെ കണക്ടർ. ഇത് ഊരിയതിന് ശേഷം ബാക്കിയുള്ള സ്റ്റിക്കറും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് ഊരിയെടുക്കുക എന്നുള്ളതാണ്. കുറേ സ്റ്റിക്കറും കാര്യങ്ങളും ഉണ്ട്. ഇത് വൈഫൈ മോഡുകൾ അനങ്ങാണ്ടിരിക്കാൻ വെച്ചിരിക്കുന്ന ഒരു സ്റ്റിക്കറാണ്. പിന്നെ അത് മാത്രമല്ല, ഹീറ്റ് പുറത്തേക്ക് അടിക്കാണ്ടിരിക്കാനോ എന്തിനോ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റിക്കറാണിത്. കറക്റ്റായിട്ട് മനസ്സിലായില്ല. അപ്പോൾ ഈ സ്റ്റിക്കറുകളൊക്കെ പിന്നെ ഊരി മാറ്റുക എന്നുള്ളതാണ് അടുത്ത ദൗത്യം. ഈ സ്റ്റിക്കർ ഊരി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റിക്കർ ശരിക്കും തിരിച്ച് ഇടാനുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഊരി മാറ്റി വെക്കുന്നതിൻ്റെ കണക്കും കാര്യങ്ങളും സ്ക്രൂവിൻ്റെ മാതിരി തന്നെ വെക്കുക. എവിടെ നിന്നൊക്കെ ഏതൊക്കെ സ്റ്റിക്കറോ ഊരി മാറ്റിയെന്നുള്ളതും ഓർത്ത് വെക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബോഡി പാർട്സ് മെറ്റലിലേക്കൊക്കെ ടച്ച് ഷോർട്ടാവാൻ ചാൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സ്റ്റിക്കറും ഊരി മാറ്റുന്നത് എവിടെ നിന്നൊക്കെ ഊരി മാറ്റിയെന്നുള്ളതൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഊരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഏതൊക്കെ കണക്ടറുകളാണ് ഉള്ളത് എന്നുള്ളത് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ കീബോർഡിൻ്റെ കണക്ടർ വരുന്നത്. അതിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു ചെറിയ കണക്ടറാണ് കീബോർഡ് ബാക്ക് ലൈറ്റ് വരുന്നത് കേട്ടോ. ഇത് നമ്മുടെ ടച്ച് പാഡിൻ്റെ കണക്ടറാണ്. പിന്നെ എനിക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസറിൻ്റെ കണക്ടറും കൂടെ വരുന്നുണ്ട് ലെഫ്റ്റ് സൈഡിൽ. അതുകൂടാതെ പിന്നെ വരുന്നത് സൗണ്ടിൻ്റെ കണക്ടർ ഇത് ഇവിടെയാണ്. വൈഫൈ ഡോങ്കിൾ ഇവിടെയാണ് വരുന്നത്. അപ്പം അതുമ്പോൾ തന്നെ ഒരു ആൻറ്റണയുടെ കണക്ടർ ഉണ്ട്, അത് നമ്മൾ വിടിയിപ്പിക്കണം. പവർ കണക്ടർ വരുന്നത് റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ചെറുതാണ്. അപ്പോൾ അതും വിടിയിപ്പിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പവർ കണക്ടർ വരാൻ പറ്റുള്ളൂ. പിന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ CPU ഫാൻ നമുക്ക് ഇതിൻ്റെ അകത്ത് വരേണ്ടി വരും. CPU ഫാൻ വരുന്നതിന് മുമ്പ് വിടിയിപ്പിക്കേണ്ട കണക്ടറാണ് ഇത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കണക്ടറും ഞാൻ ഇതിൻ്റെ അകത്ത് വിശദീകരിച്ചു എന്ന് വിചാരിക്കുന്നു. ഇനി എപ്പോഴെങ്കിലും കണക്ടർ ഊരുന്നതായിട്ട് ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ പറയുന്നതായിരിക്കും. നമ്മൾ ഹീറ്റ് സിങ്ക് ഊരാൻ പോവുകയാണ്. അതായത് മദർ ബോർഡ് ഊരിയെടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഹീറ്റ് സിങ്കും അതേമാതിരി ഫാനുകളും ഊരിയെടുക്കണം. അപ്പോൾ നമ്മൾ ഹീറ്റ് സിങ്ക് പതുക്കെ ഊരിയെടുക്കുകയാണ്.
ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഇത്ര ഒന്നും ഊരേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്ന ചേട്ടന്മാരുടെ അടുത്ത് പറയാനുള്ളത്, നമുക്ക് നമ്മുടെ കസ്റ്റമറിൻ്റെ ഡിവൈസാണ്, ഇത് മാക്സിമം ഡാമേജ് വരുത്താതെ ഊരിയെടുക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതായത് ഇപ്പം പല സർവീസ് സെൻറ്ററുകളിലും കൊടുത്തിട്ട് നമ്മുടെ കൂളിംഗ്, അതായത് ഹീറ്റ് സിങ്ക് ഒക്കെ വളച്ച് എടുത്ത ഒരവസ്ഥ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഡാമേജ് വരാത്ത തരത്തിലാണ് ഇതിൻ്റെ അകത്ത് ഊരാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഹീറ്റ് സിങ്കും നമ്മുടെ കൂളിംഗ് ഫാനൊക്കെ ഊരിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ വൈഫൈ ആണ് ഊരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഊരിയത് വൈഫൈ കണക്ടറാണ്. അപ്പോൾ വൈഫൈ നമ്മുടെ കാർഡ് നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അഴിക്കുന്ന കണക്ടറാണ് LCD കണക്ടർ വരുന്നത്. അത് ഡിസ്പ്ലേ കണക്ടറാണ് ഞാൻ അഴിച്ചത്. മദർ ബോർഡിൽ നിന്നും ഒരു ചെറിയ എക്സ്റ്റൻഷൻ എടുത്തൊരു USB ഹെഡ്ഫോണും കുത്താനുള്ള ഒരു ജാക്ക് സൈഡിൽ സെപ്പറേറ്റ് ബോർഡായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് നമുക്ക് സ്ക്രൂ ഡ്രൈവർ വെച്ച് തിക്കിയതിന് ശേഷം നമുക്ക് ഈ മദർ ബോർഡ് ഇങ്ങനെ മാറ്റാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ കാണുന്നതാണ് നിങ്ങൾ കീബോർഡിൻ്റെ ബാക്ക് പ്ലേറ്റ്. ഇപ്പോഴും കീബോർഡ് ആയിട്ടില്ല, ബാക്ക് പ്ലേറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇതും എല്ലാം ഉരുക്കിയെടുത്തതിന് ശേഷം മാത്രമേ ഇനി കീബോർഡിലേക്ക് വരുള്ളൂ. നമുക്കത് ചെയ്യാം. നമ്മൾ ജസ്റ്റ് നമ്മുടെ സൗണ്ട്, അതായത് സ്പീക്കർ നമ്മൾ ഊരി മാറ്റുകയാണ്. സ്പീക്കർ ഊരി മാറ്റാനൊന്നും പറ്റില്ല, ജസ്റ്റ് ഒന്ന് മടക്കി വയ്ക്കാനേ പറ്റുള്ളൂ. അത് LCD കൂടെയാണ്. അപ്പോൾ ഇത് കണ്ടോ, എല്ലാ സ്ഥലത്തും ഫുള്ള് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ നോക്കി ഒന്ന് മര്യാദയ്ക്ക് എന്തൊക്കെയാണ് ചെയ്യാനുള്ളതെന്ന് നോക്കണം. പിന്നെ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടച്ച് പാഡ് ഊരി മാറ്റുക എന്നുള്ളതാണ്. ടച്ച് പാഡ് ഊരി മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കീബോർഡിൻ്റെ ബാക്ക് പ്ലേറ്റ് നമുക്ക് അഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ടച്ച് പാഡ് മാറ്റാനും നമുക്ക് 5 സ്ക്രൂ അഴിക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് കാണുന്നത് 3 സ്ക്രൂയും താഴത്തത് 2 സ്ക്രൂ, മൊത്തം 5 സ്ക്രൂ നമുക്ക് അഴിച്ചു കഴിഞ്ഞാൽ ഈ ടച്ച് പാഡ് നമുക്ക് ഊരി മാറ്റാൻ പറ്റുള്ളൂ. നേരത്തെ പറഞ്ഞ പ്ലാസ്റ്റിക് റിവെറ്റുകൾ എന്ന് പറയുന്ന സാധനം ഇതാണ്. ഇത് മുഴുവൻ നമ്മൾ ഉരുക്കിയിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ഈ താഴത്ത് കാണുന്ന LCD നമുക്ക് ഊരി മാറ്റിയാൽ ഈ റിവെറ്റുകൾ നമുക്ക് സേഫായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇത് ഏതാണ്ട് 10-25 റിവെറ്റ് ഉണ്ട് കണ്ട, ചുറ്റിനുണ്ട് ഈ സാധനം. അപ്പോൾ ഈ സാധനം ഊരി മാറ്റിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ കീബോർഡ് അഴിച്ച് മാറ്റാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ലാപ്ടോപ്പിൻ്റെ LCD ഊരി മാറ്റാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഹിഞ്ചിൻ്റെ സ്ക്രൂസാണ് ഊരുന്നത്. അപ്പോൾ എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ക്രൂസ് ഊരുമ്പോൾ സൂക്ഷിച്ചും കണ്ടും ചെയ്യുക. ഹിഞ്ച് എന്തെങ്കിലും ഡാമേജ് ആവുക, അതിൻ്റെ പ്ലാസ്റ്റിക് എന്തെങ്കിലും സംഭവങ്ങൾ ഒളിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ലാപ്ടോപ്പിൽ നിങ്ങൾക്ക് അടയ്ക്കാനും തുറക്കാനും പറ്റുന്ന ഒരവസ്ഥയാവില്ല. അപ്പോൾ ഇത് ഊരുന്നത് സൂക്ഷിച്ച് ഊരുക. പിന്നെയാണ് നമുക്ക് ഇതിൻ്റെ പ്ലാസ്റ്റിക് സാധനങ്ങൾ കംപ്ലീറ്റ് ഊരേണ്ടത്. അപ്പം നമുക്ക് ജസ്റ്റ് സോൾഡറിങ് അയൺ എടുക്കുക. അതിനുശേഷം ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ച് ജസ്റ്റ് താങ്ങി കൊടുത്തിട്ട് ആ പ്ലാസ്റ്റിക് റിവെറ്റ് ഒന്ന് ചൂടാക്കി ഉരുക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പഴയ സോൾഡറിങ് അയണാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് സോൾഡറിങ് അയൺ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ താല്പര്യമില്ല. എങ്കിൽ കൂടി നമ്മൾ നിർബന്ധിതരാവുകയാണ് ഇങ്ങനെ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഇതേമാതിരി സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കാല് അവിടെ നിന്ന് പോരും. ഇതേമാതിരി നമ്മൾ ഈ ബോർഡിലുള്ള 10-25 എണ്ണം റിവെറ്റ് നമ്മൾ ഇതേമാതിരി ഊരണം.
അങ്ങനെ ഒരു അരമുക്കാൽ മണിക്കൂറത്തെ പ്രയത്നം കൊണ്ട് മസിൽ പിടിച്ചിട്ട് നമ്മളിപ്പോൾ നമ്മുടെ കീബോർഡ് ഏതാണ്ട് ഊരിയിട്ടുണ്ട്. ഓക്കെ, ലാസ്റ്റ് റിവറ്റ് നമ്മളിപ്പോൾ ഊരിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കീബോർഡ് മാറ്റാം. കീബോർഡ് മാറ്റുന്നതിന് മുമ്പ് ആ ബാക്ക് ലൈറ്റിൻ്റെ പോർഷനാണ് കറുത്ത കളർ പീസ് ഇരിക്കുന്നത്, അത് നമ്മൾ ഊരിയെടുക്കണം. എന്നിട്ട് പുതിയ കീബോർഡിൻ്റെ കൂടെ നമ്മളത് ഫിറ്റ് ചെയ്യണം. ഇതുണ്ടോ, ഈ കാണുന്ന ചെറിയ കുറ്റികളിലാണ് നമ്മുടെ കീബോർഡ് റെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മൾ ഉരുക്കി എടുത്തുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ കീബോർഡ് ഊരാനായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ചെയ്ത അതേ കാര്യങ്ങൾ തന്നെ തിരിച്ച് റിവേഴ്സും ചെയ്യണം. ഇപ്പോൾ ഞാൻ പുതിയ കീബോർഡ് എടുത്ത് ആ പൊട്ടിച്ച്, അതായത് നമ്മൾ ഉരുക്കി കളഞ്ഞ ആ കാലുകളിലേക്ക് നമ്മൾ തിരിച്ച് പിടിപ്പിക്കുകയാണ്. അത് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ സോൾഡറിങ് അയൺ വെച്ചിട്ട് ഉരുക്കി വേണം ആ പുതിയ കീബോർഡ് അതിൻ്റെ അകത്തേക്ക് പിടിപ്പിക്കാൻ. അപ്പോൾ ഇത്രയൊക്കെ ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ ഒരു ലാപ്പ് കീബോർഡ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് നോക്കുക. പലരും സ്കിപ്പ് അടിച്ചായിരിക്കും കാണുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് പറയാനുള്ളത് ഒന്ന് ഫുള്ളായിട്ട് കണ്ടു വെക്കുക. ഇത് ഞാൻ മിക്കവാറും ഓൾമോസ്റ്റ് ഒരു മുക്കാൽ ഭാഗവും, അതായത് ഒരു 3 മണിക്കൂറത്തെ വീഡിയോ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 16-17 മിനിറ്റിലോളം ചുരുക്കിയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളിതൊന്ന് കണ്ടു നോക്കുക. ഇത്രയൊക്കെ ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ മാറ്റുന്നത്. അപ്പോൾ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ കീബോർഡ് കൊടുത്തിട്ട് ചേട്ടാ നാളത്തേക്ക് വേണം എന്നൊക്കെ പറയുന്ന ആൾക്കാരോട് ഇത്രയൊക്കെ പണിയെടുക്കാനുണ്ട്, ഇത്രയും റിസ്ക് പിടിച്ച പരിപാടികളാണ്. നിങ്ങളുടെ ലാപ്പ് കീബോർഡ് എന്ന് പറയുന്ന ഒരു നിസ്സാര കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഇപ്പോഴത്തെ കീബോർഡുകൾ അഴിക്കണമെങ്കിൽ ഇത്രയധികം സാധനങ്ങൾ അഴിച്ച് ഇതിൻ്റെ പില്ലറുകളെല്ലാം ഉരുക്കി എന്നിട്ട് വേണം നമുക്ക് കീബോർഡ് അഴിക്കാനും തിരിച്ചു പിടിപ്പിക്കാനും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ധൃതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലാപ്ടോപ്പ് തന്നെ കംപ്ലൈൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ നാട്ടിൽ വേസ്റ്റ് കുന്നുകൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ലെങ്കിലും നമ്മൾ ഇതേമാതിരി നമ്മൾ ഫ്രണ്ട്സിൻ്റെ കടകളിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ ലാപ്ടോപ്പുകൾ കുന്നോരം കൂട്ടിയിട്ട് ഇടുന്ന കാണുമ്പോഴത്തേക്കും ദൈവമേ ഇതൊക്കെ വേസ്റ്റ് ആണല്ലോ എന്ന് മനസ്സിൽ തോന്നും. അത് അങ്ങനെ തോന്നണമെങ്കിൽ നിങ്ങളാണെന്നുണ്ടെങ്കിലും ആ ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും തോന്നും. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ നാടിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. ഓക്കെ, പെട്രോളിൻ്റെ വില കൂടി, അതിനിപ്പോൾ എന്താ, ഞാൻ സൈക്കിളല്ലേ യൂസ് ചെയ്യുന്നത്, എനിക്ക് പെട്രോൾ ഉപയോഗിക്കുന്നില്ലല്ലോ എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലേക്കാണ്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റി ചിന്തിക്കുക. എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും നമുക്ക് ആ കൂടെ ഒരൊറ്റ എന്താ പറയുക, നമ്മുടെ ഈ ഗ്രഹം എന്ന് പറയുന്ന എർത്ത്, നമുക്ക് ഈ താമസിക്കാനായിട്ട് ഈ ഒരു എർത്ത് മാത്രമേ ഇപ്പോൾ തൽക്കാലത്തേക്കുള്ളൂ. ഇലോൺ മസ്ക് ഇനി മാർസിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എങ്ങാനും താമസിക്കാൻ പറ്റില്ല എന്നറിയാനും പറ്റുള്ളൂ. അപ്പം അതുവരെ നമ്മുടെ ഈ ഭൂമിയെ നമ്മൾ ഒന്ന് സൂക്ഷിച്ച് വെക്കുക എന്നുള്ളത് നമ്മുടെ കൂടെ കടമയാണ്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് കളയുന്നതിന് എന്തെങ്കിലും സാധനങ്ങൾ കേടായെന്നും പറഞ്ഞ് കളയുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, അത് റിപ്പയർ ചെയ്യാൻ പറ്റുമോ നോക്കുക. അതിന് ശേഷം മാത്രം അത് റീസൈക്കിൾ ചെയ്യാൻ നോക്കുക. അതായത് കളയരുത്, അത് റീസൈക്കിൾ ചെയ്യുക. അപ്പോൾ പ്ലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്ത് വേറെ എന്തെങ്കിലും സാധനങ്ങളാക്കുന്ന കടകളിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും സംവിധാനത്തിലേക്കോ എത്തിക്കാൻ ശ്രമിക്കുക. എന്തായാലും ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാലും തീർച്ചയായും ലൈക്ക് ബട്ടൺ അടിക്കുക, ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്ത് വിടുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് അത് ഓൾ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ മൊബൈൽ വെക്കുന്നതായിരിക്കും. ഇനി അതോ നിങ്ങൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ല. യൂട്യൂബിൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.